അള്ളാഹുവിലേക്കുള്ള വാതിൽ തുറക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദിലേക്ക് വാതിൽ തുറന്നു വെക്കണം. അള്ളാഹുവിന്റെ ഇബാദിലേക്ക് വാതിൽ അടച്ചവർക്ക് അള്ളാഹുവിലേക്ക് വാതിൽ തുറക്കൂല. അവർ അള്ളാഹു അള്ളാഹ് എന്നവർ വെറുതെ പറയും. ഒരു കാരണവശാലും അവർക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയൂല. അഥവാ അള്ളാഹുവിലേക്ക് അവർ വാസുലാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം കൊണ്ട് റസൂലുള്ളാഹി വന്നു. പക്ഷേ റസൂലുള്ളാഹിനെ പറ്റി പറയൽ അതിലേക്ക് ചേർത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ ഈ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാതിരുന്നൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മർമ്മമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഒറ്റ കലിമ അല്ലാഹു തആല കൊടുത്തൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അങ്ങനെ കൂടെ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹിൽ വാസുലാകാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ വാസുലാകാൻ കഴിയുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹിൽ വാസുലാകണമെങ്കിൽ ആ സ്വഹാബി കന്നുജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും യഹ്തദൈതും ഫഇന്നഹും ശംസു ഫളിൻഹും കവാകിബുഹാ. കൗകബിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് ശംസിന്റെ വെളിച്ചാണ്. യുളിഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ഉലമി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അള്ളാഹുവിന്റെ ഇബാദിലേക്കുള്ള വാതിൽ അടച്ചാൽ പിന്നെ അള്ളാഹുവിലേക്ക് വാതിൽ തുറക്കൂല. അള്ളാഹുവിലേക്കുള്ള വാതിൽ തുറക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദിലേക്ക് വാതിൽ തുറന്നേക്കണം. അതുകൊണ്ടാണ് ഖുർആനിൽ ഇബാദിനെ പരിചയപ്പെടുത്തിയ ആയത്തുകളെ മനോഹരവും അവർണ്ണനീയവുമാക്കി വെച്ചിട്ടുള്ളത്. ഇബാദിനെ അറിയാനാണ്. ഞാൻ ഒരു ആയത്ത് കേൾപ്പിക്കാം, നിങ്ങൾ അവിടെ ചിന്തിക്കും. التائبون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. ആരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര്? അന്ന് വന്ന തായിബൂൻ ദുനിയാവിന്റെ എല്ലാ തഅല്ലുഖാത്തുകളിൽ നിന്നും വിട്ട് അള്ളാഹുവിലേക്ക് അഭയം തേടിയവരാണ്. ദുനിയാവിന്റെ സകല തഅല്ലുഖാത്തുകളിൽ നിന്നും അവർ തൗബ ചെയ്തു. നമ്മളെ തൗബയല്ല പറഞ്ഞത്, നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തായിബൂന എന്ന് പറയുന്ന ലിസ്റ്റിൽ പെടാൻ കുറച്ച് പണിയുണ്ട്. അതാവണമെങ്കിൽ എന്ത് വേണം? ദുനിയാവിനെ തൊലാഖ് ചെയ്യണം. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ ത്വല്ലഖുദ് ദുനിയാ വഖഫുൽ ഫിതനാ. ആയുസ്സിലെ സിംഹഭാഗവും ഉറങ്ങാതെ നടന്നിരുന്നവര്, ഇബാദത്തിലായിരുന്നവര് എന്നൊക്കെ ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ പല ആളുകൾക്കൊരു ശങ്ക, അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? പലർക്കൊരു ശങ്ക, അങ്ങനെയൊക്കെ സംഭവിക്കോ? പക്ഷെ ആഴത്തിൽ പഠിക്കാൻ തയ്യാറാകണം. അത്തായിബൂന എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയല്ല. അല്ലാഹു തആല അക്കട്ടത്തിലേക്ക് നമ്മളെ നാളെ കയറ്റിത്തരട്ടെ, അള്ളാഹുലേക്ക് നമ്മളെ കയറ്റിത്തരട്ടെ. അവർ അള്ളാഹുവിൽ എന്താണ് ഈ തായിബൂന? തായിബൂന എന്ന് പറഞ്ഞാൽ ഖദ് ജമഅത് ഹാദിഹിൽ ആയ മആരിജ തറഖി മിനൽ ബിദായത്തി ഇലൻ നിഹായ. ഉയർച്ചയുടെ പടവുകൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ആയത്തിലുണ്ട്. ഫഅവ്വലുൽ മഖാമാതി അത്തൗബ. ഒന്നാമത്തെ മഖാമ തൗബയാണ്. എന്താ തൗബ എന്നാൽ? സാധാരണ തൗബയല്ല. ഫഇദാ താബത്തിൻ നഫ്സു വറജഅത് അൻ ഹവാഹാ ഖസദത്തി സൈറ ഇലാ ഹളറത്തി മൗലാഹാ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ ബഹറുൽ മദീദിൽ രേഖപ്പെടുത്തുന്നു. തഫ്സീർ ബഹറുൽ മദീദിൽ രേഖപ്പെടുത്തുന്നു. ചിന്തിക്കണം. തഫ്സീർ ബഹറുൽ മദീദ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഖദ് ജമഅത ഹാദിഹിൽ മഹായിയ മആരിജ തറഖി മിനൽ ബിദായത്തി ഇലൻ നിഹായ. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മനുഷ്യന്റെ വളർച്ചയുടെ പടവുകൾ ഈ ആയത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫഅവ്വലുൽ മഖാമാതി അത്തൗബ. ഒന്നാമത്തെ മഖാം എന്താ? തൗബ. ഫഇദാ താബത്തിൻ നഫ്സു തൗബ. നഫ്സ് തൗബ ചെയ്തു കഴിഞ്ഞാൽ വറജഅത് അൻ ഹവാഹാ, പിന്നെ അത് പൂർണ്ണമായി ഹവയിൽ നിന്ന് വിട്ടുപോരണം. നമ്മളെ തൗബയല്ല അത്. നമ്മൾ ഒരു സെക്കൻഡ് തൗബ ചെയ്താലും അടുത്ത സെക്കൻഡിൽ ഹവയിലേക്ക് വീഴും. പിന്നെ തൗബ ചെയ്തൂടെ? പിന്നെ ചെയ്യും. തെറ്റൊന്നല്ല.
തെറ്റുന്ന മനുഷ്യന്മാരല്ലേ നമ്മൾ? അങ്ങനെയാണ്, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. പക്ഷെ അവരങ്ങനെയല്ല, അവർ റജഅത്താണ് ഹവാ, നഫ്സിന് അവർക്ക് ഹവല്ല. പിന്നെ അള്ളാഹിന്റെ താല്പര്യമല്ല, അവർക്ക് താല്പര്യമില്ല. നമ്മൾ 27 രാവിന് തൗബയും 28 അന്ന് രാവിലെ ഹവയിലേക്ക് വീഴും, രാത്രി തൗബയും നേരത്തെ ഹവയിലേക്ക് വീഴും, പകൽ തൗബയും രാത്രി ഹവയിലേക്ക് വീഴും, രാത്രി തെറ്റിയും എന്നിട്ട് തൗബയും എന്നിട്ട് രാവിലെ വീണ്ടും ഹവയിലേക്ക് വീഴും, രാവിലെ തൗബയും വൈകുന്നേരം ഹവയിലേക്ക് വീഴും. ഇതാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെങ്ങനെ അത്തായിബൂന അൽ ആബിദൂന അൽ ഹാമിദൂന എന്ന് പേര് പറയുക? അങ്ങനെയാണ് നമ്മൾ. ഇതങ്ങനെയല്ല. വറജഅത് അൻ ഹവാഹാ ورجعت عن هواها قصدت السير إلى حضرة مولاها قصدت السير عن حضرة مولاها إلى حضرة مولاها നഫ്സിന്റെ ഉടമക്കാരനിലേക്കുള്ള നടത്തം തുടങ്ങി. ഇങ്ങോട്ട് നടക്കുള്ളൂ. നമ്മൾ തൗബ പെടുന്ന ഈ പൊസിഷന് തൗബ ചെയ്താൽ മുന്നോട്ട് പോകാം, പിന്നോട്ട് പോകാം. പക്ഷെ ഭൂരിഭാഗം നമ്മൾ തൗബ ചെയ്തിട്ട് വീണ്ടും പിന്നിലേക്ക് ആടും, പിന്നെ തൗബയിലേക്ക് വീഴും, പിന്നെ പിന്നിലേക്ക് ആടും, പിന്നെയും തൗബയും പിന്നിലേക്ക് ആടും. അങ്ങനെയുള്ള നമ്മൾ ഈ തായിബൂനയിലല്ല. അവരുടെ നഫ്സിന് ഹവയില്ല, അവർക്ക് അല്ലാഹുവിലല്ലാതെ താല്പര്യമില്ല. ഈ ആളുകളെ മനസ്സിലാക്കാനാണ് ഖുർആൻ ഈ പറയുന്നത്. ഇതിൽ ഈ പറയുന്ന മൗലവിയുമില്ല, ഞാനുമില്ല, ഒക്കെ അവിടേക്ക് എത്തണം. അള്ളാഹു എത്തിച്ചേരട്ടെ. നമ്മൾ പിന്നെ അവരെ നിഷേധിക്കുന്നില്ല, അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എത്തുമെന്ന് പ്രതീക്ഷ ഉണ്ട്. അള്ളാഹു എത്തിച്ചേരട്ടെ. മൗലവിമാര് ഇത്തരം വിഭാഗത്തെ തന്നെ നിഷേധിക്കുകയാണ്. വളരെ ചിന്തിക്കണം. ഞാനിതൊരു തർക്കത്തിന്റെ മക്കാമാക്കുകയല്ല, പക്ഷെ വളരെ സ്വദേശപരമായി നടത്തുന്ന ചില സംഭാഷണങ്ങളിൽ പോലും ദോഷേതൃക്കുകളായ ആളുകൾ സാധാരണക്കാരെ മുന്നിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അതിലിടപെടൽ അനിവാര്യമായതുകൊണ്ടാണ്. നമ്മുടെ തൗബയല്ല തൗബ. നമ്മൾ തൗബ ചെയ്താൽ തന്നെ വീണ്ടും തിരിച്ചു വീണ്ടും പോകും, പുറകോട്ട് പോകും. അവരങ്ങനെയല്ല. അവരുടെ നഫ്സിന് ഇനി ഹവയില്ല, അവരെ നഫ്സിന്റെ താല്പര്യമില്ല. നമ്മളോ തൗബ ചെയ്താൽ അടുത്ത സെക്കൻഡിൽ നഫ്സിന്റെ ഹവയിലേക്ക് വീഴും. നമ്മൾ എന്ത് തൗബ ചെയ്യുന്നത്? നല്ല തെറ്റൊന്നല്ല, അൽഹംദുലില്ലാഹ്, അതിനെങ്കിലും കഴിയുന്നില്ലല്ലോ. അള്ളാഹു പൂർണ്ണമായ തായിബി എന്ന് അള്ളാഹു സിഫത്ത് കൊടുത്തവരിലേക്ക് അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അതിനെ ആശിച്ചോളി. അവരോ തൗബ പൂർത്തിയായാൽ പിന്നെ ആബിദീങ്ങളായി. പിന്നെ അവർക്ക് എന്താ പണി? നമുക്ക് എന്താ പണി? നമ്മ തൗബ ചെയ്താൽ അടുത്ത സെക്കൻഡിൽ എന്താ പണി? തിന്മയിലേക്ക് വീഴുക. അവർക്ക് എന്താ പണി? ഇബാദത്തിലേക്ക് വീഴുക. ഇബാദത്ത് തന്നെ അൽ ആബിദൂൻ, സദാസമയം ഇബാദത്തിലാകുക. അടുത്ത സിഫത്ത് അൽ ഹമീദൂൻ, ഓരോ സെക്കൻഡും അള്ളാഹിനെ സ്തുതിച്ച് നടക്കുക. അസ്സായിഹൂൻ, ഓരോ ദിവസവും നോമ്പൂറ്റെടുക്കുക. എന്നും നോമ്പുൽക്കന്നെ വളരെ ചിന്തിക്കണം. എന്നും നോമ്പുൽക്കുക. നലവേറും മൈശാത്തോ ലുദോലുവാലെ നാപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോറ്. ഇതാണ് ഈ പറഞ്ഞ ആളുകൾ. അത്തായിബൂനൽ ആബിദൂനൽ ഹമീദൂന സായിഹൂന. അവർ നഫ്സിന്റെ അവയിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്യും. പിന്നെ അൽ ആബിദൂന, അവർ സദാസമയവും ഇബാദത്തിലായിരിക്കും. ഫസ്തഗലത്ത്, അവരെ നഫ്സ് ശുഗലാകും ബിൽ ഇബാദത്തിൽ ളാഹിറ, പ്രത്യക്ഷമായ സകല ഇബാദത്ത് കൊണ്ടും. അല്ലത്തി ഹി അമലു ശരിയാ, ശരിയാത്തില്ലാതെ പോകൂല. ശരിയാത്തിലേക്ക് പോകുന്നത് അപകടകരമായ സംഗതിയാണ്. التي هي عمل الشريعة فإذا ظهر عليها أمارات التوفيق. ഇബാദത്തിന് തൗബയും കഴിഞ്ഞ് ഇബാദത്തിൽ സദാസമയം കിടക്കാനുള്ള തൗഫീഖും അവർക്ക് കിട്ടിയാൽ അള്ളാഹുവിലേക്കുള്ള ദൃഢനിശ്ചയം കിട്ടുന്ന അൻവാറു തഹഖീഖ് പ്രകാശങ്ങൾ അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കും. അത് അവരിൽ ഇങ്ങനെ പ്രത്യക്ഷമാകും. അപ്പോൾ ഹമീദത്തില്ലാഹ, അത്തരം നഫ്സ് അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വശക്കറത്തു, അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അൽ ഹമീദൂന അത്തായിബൂന അൽ ആബിദൂന അൽ ഹമീദൂന. പിന്നെ അവർ എന്ത് ചെയ്യും? പിന്നെ അവർ സദാ സൗകര്യമുള്ള ദിവസം, ഏതൊക്കെ ദിവസം നോമ്പ് ഹലാലാണോ ആ ദിവസം കൊമ്പുൽക്കും. പെരുന്നാൾ നോമ്പ് വിൽക്കൂല, ബാക്കിയൊക്കെ കൊമ്പുൽക്കും. അവർക്ക് മുഹറം റമളാനാണ്, അവർക്ക് സഫർ റമളാനാണ്, അവർക്ക് റബീഉൽ അവ്വൽ റമളാനാണ്, റബീഉൽ ആഖിറും ജമാദുൽ അവ്വലും റജബും ശഅബാനും ശവ്വാലും ദുൽഖഅദും ദുൽഹജ്ജയും എല്ലാം പെരുന്നാളല്ലാത്ത ദിവസം എല്ലാം അവർക്ക് നോമ്പാണ്. എന്തുകൊണ്ട്? ശുദ്ധീകരിക്കാൻ ഇതിനേക്കാൾ വലിയൊരു വഴിയില്ല. ഇന്നലിക്കുല്ലി ശൈഇൻ സഖാല വശഖാലത്തുൽ ജസദി അസ്സൗമൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏതൊന്നിനെയും ശുദ്ധീകരിക്കാനുള്ള മാനദണ്ഡമുണ്ട്.
ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള മാനദണ്ഡം നോമ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ കഴുകിക്കൊണ്ടേയിരിക്കും, ഇബാദത്തിലാവും, നോമ്പിലായിരിക്കും, എന്നും എന്നും എന്നും. അപ്പോൾ അവർക്ക് 40 കൊല്ലം അതൊന്നും പ്രശ്നമല്ല. 40 കൊല്ലം, 25 കൊല്ലം, 60 കൊല്ലം നിസ്കരിക്കാൻ നോമ്പില്ല, പ്രശ്നമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. 60 കൊല്ലം നോമ്പോറ്റവര്, 60 കൊല്ലം രാത്രി നിസ്കരിച്ചവർ, ഉറങ്ങാത്തവര്, 60 കൊല്ലം നോമ്പോറ്റവര്, 60 കൊല്ലം നോമ്പ് നോറ്റവരുടെ താരീഖ് ഞാൻ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ നഫ്സുകളെല്ലാം എന്ത് ചെയ്ത്? 60 കൊല്ലത്തിന്റെ പകൽ നോമ്പ് നോറ്റ്, 60 കൊല്ലത്തെ രാത്രി നിസ്കരിക്കും ചെയ്ത്. നിലവേറും ആയിഷ തൊഴുതൊഴുത 40 ഇറ്റാണ്ടം സുബഹ തൊഴുതു, അവർക്കൊരു പ്രശ്നമല്ല, അതൊന്നും ഒരു വിഷയമല്ല. അവര് അള്ളാഹുവിന്റെ ഇബാദത്തിലാണ് സദാ സമയവും. അവരങ്ങോട്ട് കേറും. പിന്നെ അവർ നോമ്പിലാകും. പിന്നെ അവരുടെ നഫ്സുകൾ ദുനിയാവ് അങ്ങോട്ട് വിടും, ആഖിറത്തിലേക്ക്, മലക്കൂത്ത് ജബറൂത്തിലേക്ക് പോകും. മേലൊക്കെ പോകുമ്പോഴും അവർ താഴേക്ക് അവരുടെ ശബ്ദം ഉണ്ടാവും. എന്തുകൊണ്ട്? ശരീഅത്തിന്റെ അടയാളങ്ങൾ അവർ വിടൂല. അതായത് നോമ്പ് നിസ്കാരവും അവരുടെ വഴി വിടൂല, അത് കൃത്യമായി പോകും. ഇത് മുൻതഹൽ കമാൽ ഇൽത്തിസാമു ശറാഇ, പൂർണ്ണതയുടെ പൂർണ്ണത അറ്റെന്ന് പറഞ്ഞാൽ ശരീഅത്തിനെ മുറുകെ പിടിക്കലാണ്. അപ്പോൾ നോമ്പ് നിസ്കാരം വിടൂല. അതേ സമയത്ത് നിസ്കാരം രാത്രി കാലങ്ങളിൽ മുഴുവൻ ഉറക്കൊഴിവാക്കിയ നിസ്കാരങ്ങൾ കൊണ്ടും പകല് മുഴുവൻ നോമ്പനുഷ്ഠിച്ച ശരീരത്തിന്റെ ശുദ്ധീകരണം കൊണ്ടും അവർക്ക് ഭൂമിയിൽ നിൽക്കുമ്പോഴും ആകാശത്തിൽ അങ്ങനെ പറന്ന് നടക്കാൻ കഴിയും. ജീവിതകാലത്ത്, മരിച്ചിട്ടല്ല, ജീവിതകാലത്ത്. അതാണ് പറഞ്ഞത്. ثم تسيح فكرتها في ميادين الغيوب من الملكوت إلى الجبروت ثم ترد إلى مراسم الشريعة. إذا منتهى الكمال التزام شرائعه. അവര് രാത്രി മുഴുവൻ പകലൊക്കെ നിസ്കരിക്കും, 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന മഹാന്മാരില്ലേ, എല്ലാ ദിവസവും നോമ്പ് നോൽക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയോ? അതിൻ്റെ പ്രകാശം കൊണ്ട് അവർ ഈ ജീവിതകാലത്ത് തന്നെ ആകാശ ലോകങ്ങളെ, 7 ആകാശം, വാനം ഒക്കെ തുറന്നോവർ, 7 മലക്കൂട്ടിൽ രാജാളി എന്നോവർ അങ്ങോട്ട് പറക്കാൻ കഴിയും. അതേ സമയത്ത് നിസ്കാരം നോമ്പൊന്നവർ വിടൂല്ല, ബാങ്ക് കൊടുത്ത അവർ വഴിയിലുണ്ടാവും. അങ്ങോട്ട് വിട്ടാലോ അന്തം വിടുകയുമില്ല. ഇത് മുൻതഹൽ കമാലി ഇൽത്തിസാമു ശറാഇ, കമാലിയത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ശരീഅത്തിനെ കൃത്യമായി മുറുകെ പിടിക്കലാണ്. അപ്പോൾ മനുഷ്യന്മാർ സുജൂദ് ചെയ്യും പോലെ അവർ സുജൂദ് റുക്അ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അസ്സായിഹൂന റാക്കിഊന അസ്സാജിദൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. റുക്അയിലും സുജൂദിലുമാവും. أدبا في عالم الأشباح ويركع القلب ويسجد في مسجد الحضرة في عالم الأرواح. അവർ ഇവിടെയും സുജൂദ് ചെയ്യും, അവിടെയും സുജൂദ് ചെയ്യും. റുക്അ് ഇവിടെയാണെങ്കിൽ സുജൂദ് അവിടെ ഇരിക്കും. അങ്ങനെയാണ്. അവർ ഇവിടെയും സുജൂദ് ചെയ്യും, അവിടെയും സുജൂദ് ചെയ്യും. ഇവിടെയും റുക്അ് ചെയ്യും, അവിടെയും റുക്അ്. എവിടെ? അർവാഹിന്റെ في مسجد الحضرة في عالم الأرواح في حينئذ تصلح للوعظ والتذكير فتأمر بالمعروف وتنهى عن المنكر. അല്ലാഹുവിനാ അപ്പോൾ അവരെ വഅളിന് പറ്റും. അവരെ ഉപദേശമാണ് യഥാർത്ഥ ഉപദേശം. അവർ അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ഉപദേശം. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅളി അൽഫി റജുലിൻ ഫി റജുലിൻ. 1000 ആള് ഒരാളോട് വഅള് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000 ആളുകൾക്കിടയിൽ നല്ലവനായി ജീവിക്കലാണ്. അതാണ് ഇവിടെ ഔലിയാക്കളൊക്കെ ചെയ്തത്. ഔലിയാക്കളുടെ ആവും പകരം വഅള് പറയാൻ നടക്കല്ലേ ഇത്. 1000 ആളുകൾ, 1000 വഅളന്മാർ ഒരാളോട് വഅള് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. അതേസമയത്ത് ഒരാൾ നന്നായാണ് ജീവിച്ച് അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂന എന്ന് പറയുന്ന അർറാക്കിഊന സാജിദൂന എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഔലിയാക്കന്മാരാണ് ജീവിക്കുമ്പോൾ ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅളി അൽഫി റജുലിൻ ഫി റജുലിൻ. 1000 വഅളന്മാർ ഒരാളോട് വഅള് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000 ആളുകളെ മധ്യത്തിൽ മുഅ്മിനായി ജീവിക്കലാണ്. അതാണ് ഈ ഔലിയാക്കന്മാർ. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? അവർക്ക് ഇവിടെയും മണ്ടുണ്ടാവും, അവിടെയും മണ്ടുണ്ടാവും. അവർ രാത്രി ഉറങ്ങൂല. ഉറക്കത്തിന് ക്ഷീണം അവർക്ക് ഉണ്ടാവില്ല. അവർ ഹദറത്തുൽ ഖുദ്സിലായിരിക്കും, അവർക്ക് ക്ഷീണം തന്നെ ഉണ്ടാവില്ല. അലിൽ ബക്കാറിനെ പറ്റി പറഞ്ഞില്ലേ, നേരം വെളുത്താൽ അദ്ദേഹത്തിന്റെ മുഖം പുതിയാപ്പിളയെ പോലെ ഉണ്ടാവും, രാത്രി ഉറങ്ങുകയുമില്ല. 40 കൊല്ലം 60 കൊല്ലം ഒക്കെ ഉറങ്ങിയ മനുഷ്യന്മാരുണ്ട്. നേരത്തെ പുതിയാപ്പിളന്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കും. എന്തുകൊണ്ട്? അവർ പെടണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും. ജീവിതകാലത്ത് മരിച്ചിട്ടല്ല.
നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം, അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചാണ് ഇത് പറയുന്നത്, വെറുതെ പറയുകയല്ല. ഇത് എന്റെ വട്ടാണ് എങ്കിൽ എന്നാണ് നിങ്ങളെ വാദമെങ്കിൽ നിങ്ങൾ ആയിരക്കണക്കായി ഇമാമിങ്ങളെ വട്ടന്മാരായി പ്രഖ്യാപിക്കേണ്ടി വരും. എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്കൊരു വിരോധമൊന്നുമില്ല. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ അടിമകൾ അറിയണം, അങ്ങനത്തെ അടിമകൾ അറിയണം. അള്ളാഹു താഴെ വെച്ച മഹാന്മാരാണ്. ഒന്ന് സി എം വലിയുള്ള, സി എമ്മിനെ അറിഞ്ഞാൽ അള്ളാഹിനെ അറിയും, കക്കടിപ്പുറത്തിനെ അറിഞ്ഞാൽ അള്ളാഹിനെ അറിയും. എനിക്കറിയും ഞാൻ അള്ളാഹിനെ മനസ്സിലാക്കുന്നത് ഒന്ന് സി എമ്മിലൂടെയാണ്. ഞാൻ അള്ളാഹുവിനെ അറിയുന്നത്, അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് സി എമ്മിലൂടെയാണ്. എന്തുകൊണ്ട് സി എം അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്താണ്, ഭൂമിയിൽ ഭയങ്കര ദൃഷ്ടാന്താണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ കുട്ടിക്കാലത്ത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആകാശത്തെ രാജകളിയായി ജീവിച്ച മഹാനാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മഹാൻ അവരെ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ പോയി കാണാനുള്ള തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ എന്ന് പറഞ്ഞ വകുപ്പിൽപ്പെട്ട ആളാണ്. അവരെ തിരിയാതെ അള്ളാഹിനെ തിരിയില്ല. അവർക്ക് ഉറക്കില്ല. അവർക്ക് ഉറക്കുണ്ടായാലും അവർ തറക്കിലാവൂല, അങ്ങനെ എത്തൂല. ബഹുമാനപ്പെട്ട ഹിജ്റ 4-ാം നൂറ്റാണ്ടുകാരനായ മഹാനായ അൽ ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹുവിന്റെ അത് റിസാലത്തുൽ ഖുശൈരിയാണ് എൻ്റെ കയ്യിലുള്ളത്. ബഹുമാനപ്പെട്ട മേൽ വിഷയത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് പറയാം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹസറവൈഹി റളിയല്ലാഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട റിസാലത്തുൽ ഖുശൈരിയിൽ ഉദ്ധരിക്കുകയാണ്. സമിഅതു ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നത് ഞാൻ കേട്ടു. ല യനാല റജുലു ദറജത സ്വാലിഹീൻ ഹത്താ യജൂദ 6 അഖബാത്തിൻ. 6 കടമ്പകൾ കടക്കാതെ ഒരാൾ സ്വാലിഹീങ്ങളുടെ ദറജയിൽ എത്തിച്ചേരുകയില്ല. സ്വാലിഹീങ്ങളുടെ ദറജ ബാക്കി അല്ലാഹു അലം. من النبيين والصديقين والشهداء والصالحين. അതിൽ 4ാമത്തെ ദർജയാണ് സ്വാലിഹീങ്ങളുടെ ദർജ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിസാലത്തുൽ ഖുശൈരിയയിൽ ഉദ്ധരിക്കുകയാണ്. അതിന്റെ 105-ാമത്തെ പേജ്, ബാബുൽ മുജാഹദ. പേജ് ചിലപ്പോൾ ചില കിതാബുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അധ്യായം ബാബുൽ മുജാഹദ. ബാബുൽ മുജാഹദ അധ്യായത്തിലെ ബഹുമാനപ്പെട്ട റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിസാലത്തുൽ ഖുശൈരിയയിൽ ബഹുമാനപ്പെട്ട അബുൽ ഖാസിം അൽ ഖുശൈരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ലയലാല റജുലു ദറജത സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ദറജയിൽ ഒരാൾ എത്തിച്ചേരുകയില്ല. ഹത്താ യജൂസ 6 അഖബാത്തിൻ. 6 കടമ്പകൾ അയാൾ കടന്നു പോകാതെ. ഏതൊക്കെയാണ് 6 കടമ്പകൾ? ഇനി ആ കടമ്പകളെ ശ്രദ്ധിച്ചു. ഇതൊന്നും പഠിക്കാതെ കൊല്ലങ്ങൾ 40 കൊല്ലം 25 കൊല്ലം 35 കൊല്ലം നോമ്പോറ്റവർ, ഉറങ്ങാത്തവരും ഭക്ഷണം കഴിക്കാത്തവരും ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് തുള്ളണ്ട. അത് വിവരമില്ലാത്ത, അത് നമ്മൾ നാട്ടിന് മാനക്കേടാണ് അങ്ങനെ പറഞ്ഞാൽ. അത് സമുദായത്തിന് മാനക്കേടാണ് അങ്ങനെ പറഞ്ഞാൽ. കാരണം സമുദായത്തിൽ പല വിഭാഗത്തിൽ ആളുകളുണ്ട്. ഞാൻ മാത്രമാണ് എന്ന് വിചാരിക്കണ്ട, എൻ്റെ തട്ടാണ് തട്ട് എന്ന് വിചാരിക്കണ്ട, അതിന് മേലെയും തട്ടുകളുണ്ട്. പിന്നെ നേരം വെളുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇവിടെ മറുപടിയോ ഇല്ല. രാത്രിയാണ് ഇപ്പോഴെന്ന് വിചാരിക്കുന്നവർക്ക് മറുപടി ഇല്ല. ഞാൻ സത്യസന്ധമായി പറയുന്നവർക്ക്, ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേവല മറുപടിയുമല്ല, ഇതൊരു വാതിൽ തുറന്നു കിട്ടാൻ നമുക്കൊക്കെ നന്നാവണം. അവരൊക്കെ കോന്തല പിടിച്ചു പോയിട്ട് നന്നാകാം. അള്ളാഹു നമുക്ക് തൗഫീഖ്. പക്ഷെ എന്ത് വേണമെന്നറിയോ? ഇപ്പോഴുള്ള കൂടാരത്തെന്ന് രാജിവെച്ച് ഇറങ്ങിയത് പോരണം. അല്ലാതെ ഒരിക്കലും നിഷേധികളെ കൂടാരത്തിൽ ഇരുന്നിട്ട് മുജാഹദയിൽ വരാൻ കഴിയൂല. വേശ്യാലയത്തിൽ ഇരുന്നിട്ട് ഒരാൾക്ക് ഒരു പെണ്ണിന് സൂഫിയത്താകാൻ കഴിയൂല. അവൾ വേശ്യാലയത്തിനാണ് അവളെ പാർപ്പെങ്കിൽ അവൾ വേശ്യയിട്ട് എണ്ണുള്ളൂ. വേശ്യാലയത്തിൽ കിടന്നുറങ്ങിയിട്ട് അവൾക്ക് സ്വാലിഹത്താകാൻ കഴിയില്ല. അത് നടക്കുന്ന കാര്യമല്ല, നടക്കൂല. ഇതിനെല്ലാം നിഷേധിക്കുന്ന കൂടാരങ്ങൾ വിട്ട് അള്ളാഹുവിന്റെ ഇബാദിന്റെ അവസ്ഥയിലേക്ക്, മൈതാനത്തേക്ക് തിരിച്ചറിഞ്ഞു പോരണം. അത് ആ മൈതാനം വിശാലവുമാണ്. ഒരാൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഒരു മനുഷ്യൻ സാലിഹീങ്ങളുടെ പദവിയിലെങ്കിലും എത്തിച്ചേരണമെങ്കിൽ 6 കടമ്പകൾ കടക്കേണ്ടി വരും. ഒന്ന്, നിഅമത്തിന്റെ വാതിൽ അടച്ചിട്ട് പ്രയാസത്തിന്റെ വാതിൽ തുറക്കണം. നിഅമത്തിനെ അങ്ങനെ കാത്തിരിക്കണ പണി നിർത്തിയിട്ട് പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം.
ഞാൻ പറയല്ല, ഇത് ഇബ്രാഹിം അദ്ദേഹം നിഅമത്തിന്റെ വാതിൽ അടച്ചിട്ട് ശിദ്ദത്തിന്റെ വാതിൽ തുറന്നവനാണ്. ബൽഖയിലെ രാജാവല്ലേ, വലിയ നിഅമത്തുള്ള ചക്രവർത്തിയല്ലേ, ഒഴിവാക്കിയില്ലേ? പ്രയാസത്തിന്റെ വാതിൽ തുറക്കാൻ തയ്യാറാകണം. ഇത് പ്രയാസം നിങ്ങളുമ്പോൾ എത്ര ബേജാറാവും. നിഅമത്ത് എപ്പോഴും കിട്ടണം. നിഅമത്ത് പ്രയാസം അനുഭവിക്കാൻ കഴിയില്ല. പിന്നെ സാരിയാവുക. ഒന്ന് ഒരാൾ ആറ് കടമ്പകൾ കടങ്ങാതെ ഒരാൾക്ക് സ്വാലിഹാകാൻ കഴിയില്ല. ഒന്നെന്താണ്? ഒന്ന് അവൻ നിഅമത്തിന്റെ വാതിൽ അടക്കണം, പ്രയാസത്തിന്റെ വാതിൽ തുറക്കണം. ഏത് പ്രയാസം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇസ്സത്തിന്റെ വാതിലുകൾ അടക്കണം, നിന്യതയുടെ വാതിൽ തുറക്കാൻ തയ്യാറാകണം. ഞാൻ പ്രസിഡന്റ് ആകണം, ഞാൻ സെക്രട്ടറി ആകണം, ഞാൻ മെമ്പർ ആകണം, ഞാൻ കോച്ചയാകണം, ഞാൻ വലിയ ഔലിയാകണം. വലിയാകാൻ നടന്നവരാ ആളുകളെ എത്രയാണ് ആ മഹാന്മാര് ഓട്ടിച്ചു വിട്ടിട്ടുള്ളത്. അബുദാക്കാൻ നടന്നവരെ വലിയാക്കി കൊടുത്തിട്ടുണ്ട്. വലിയാക്കാൻ നടന്നവരെ ഒന്നല്ല തട്ടി വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? വലിയാക്കാൻ നടന്നവൻ രക്ഷപ്പെടില്ല. വലിയാകാൻ പോലും നടക്കാൻ പാടില്ല. അബുദാകാൻ നടക്കേണ്ടത്. അബുദാകാൻ നടന്നവൻ വലിയാവും, വലിയാകാൻ നടന്നവൻ അബ്ദുഹൂല. അവിടുന്ന് പുറകോട്ട് പോകും. അബ്ദിയത്തിന് വഖാമ ദറജ ഉന്നതമാണ്. അബ്ദുഹു റസൂലുഹു. ഇത് ഞാൻ വലിയവനാകണം, ഞാൻ എല്ലാ മൈതാനികളിലും പറയപ്പെടുന്നവനായിരിക്കണം, ഞാൻ സ്റ്റേജിന്റെ മേലെ കയറി കുത്തിരിക്കണം. എനിക്ക് സ്റ്റേജിന്റെ അടിയിലെ കസേര പറ്റൂല, എനിക്ക് മേലുള്ള കസേര പറ്റൂ. അവിടെ ശീലമുള്ളൂ. നീ സ്റ്റേജിന്റെ മേലെ കസേര ഇല്ലെങ്കിൽ താഴെ പോയി ഒരു കസേര മേലെ കൊണ്ട് ഇട്ടിട്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. മേലെ ഇരിക്കാൻ കഴിയുള്ളൂ, തായിരിക്കാൻ കഴിയൂല. അവസ്ഥ നമ്മളൊക്കെ നമ്മൾ എവിടേക്ക് എത്താനാണ്? ആറ് കടമ്പകൾ കടക്കണം. ഒന്ന് നിഅമത്തിന്റെ വാതിൽ അടച്ചിട്ട് അവൻ ശിദ്ദത്തിന്റെ വാതിൽ തുറക്കാൻ തയ്യാറാകണം. ഒന്നോ യോഗ്യനാകണം. എനിക്ക് അവിടെ കിട്ടണം, എനിക്ക് അവിടെയും കിട്ടണം. എന്ന് പറഞ്ഞപ്പോൾ ഖാദിയാകാൻ വിസമ്മതിച്ച് ഏറ്റവും വലിയ ഇസ്സത്തിന്റെ വാതിലല്ലേ തുറന്നു കൊടുത്തത് മൻസൂർ ചക്രവർത്തി, ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഹനീഫത്ത് നുഅ്മാൻ. പക്ഷെ അത് സ്വീകരിച്ചില്ല. പിന്നെന്ത് ചെയ്തു? നിന്ദനായി. എന്നിട്ട് രാജാവ് നിന്ദനാക്കി, കാരാഗ്രഹത്തിൽ അടിച്ചു, അടികൊണ്ടു. എന്തിനാ അടികൊണ്ട് എന്നറിയോ? ഇസ്സത്തിന്റെ വാതിൽ അടച്ചുകൊണ്ട്. നമ്മളിത് ചിന്തിക്കണ്ടേ? നമുക്കിത് വഅദ് പറയാൻ മാത്രമുള്ളതല്ലല്ലോ. ഇത് വഅദ് പറയാനോ പാട്ടപ്പിരിവിനുള്ളതാണോ ഇതൊക്കെ? നമുക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടണമെന്ന് അള്ളാഹിന്റെ അടുത്ത് വലിയ വാസില. അത് നടക്കണ കാര്യമല്ല. അത് രണ്ടും നടക്കൂല. തൊലാക്ക് ചെല്ലി ഉമ്മാന്റെ മോലയും കുടിക്കണം, ബാപ്പാന്റെ പുതപ്പിൽ കിടക്കും. അത് നടക്കൂല. ബാപ്പമ്മാനെ തൊലാക്ക് എല്ലിട്ടുണ്ട്, എന്നിട്ട് ഉമ്മാന്റെ മോല കുടിക്കണം, ബാപ്പാന്റെ പുതപ്പിലും കിടക്കണം. അതിന് നടക്കൂല. അങ്ങനെയാണെങ്കിൽ ബാപ്പയും മീൻ തമ്മിൽ ഹറാമിലാവണം. പിന്നെ എന്റെ കഥ പോകും കഴിഞ്ഞിട്ടല്ലോ. തന്തി നിറപാടില്ലാത്തവനായില്ലേ, പിന്നെ എങ്ങനെയോ ഔലിയ പാപ്പയാവൂടെ? അത് നടക്കൂല. ബാപ്പ തൊലാക്ക് ചെല്ലിയ ഉമ്മാന്റെ മോല ഈമ്പുക, എന്നിട്ട് ബാപ്പാന്റെ പുറപ്പിൽ കിടക്കുക. ഇതിനും നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ. നടക്കൂല. ദുനിയാവിന്റെ കൊങ്കകളും ദുനിയാവിന്റെ പുതപ്പുകളും ഹുല്ലികളും തലയെ കൂടിയിട്ട് നടക്കാം. പാത്തുമ്മാന്റെ മുന്നിൽ വലിയ ആളാകാം. നാട്ടിലെ പാത്തുമ്മകളുടെയും നാട്ടിലെ അവറമാരുടെ മുന്നിലും ആളായി ശൈഖായി നടക്കാം. പടച്ചതമ്പുരാനിൽ വാസിലാകാൻ കഴിയുകയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്സത്തിന്റെ വാതിൽ അടക്കണം, ദില്ലത്തിന്റെ വാതിൽ തുറക്കണം. നിസ്സാരനാകാൻ തയ്യാറാകണം. അത് നമുക്ക് തയ്യാറാവൂല. എന്തുകൊണ്ട്? ഞാനില്ലെങ്കിൽ ആരാണ് ഇവിടെ ഉണ്ടാവുക? ഞാനില്ലാത്തതൊക്കെ ഞാൻ പൊട്ടിക്കും. ഞാൻ എന്തിനും എന്നെ കൂട്ടിയിട്ടില്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. കുത്തിത്തിരിപ്പാണ് എവിടെയും കുത്തിത്തിരിപ്പ്. കൊറോണയെങ്കിലും കുത്തിത്തിരിപ്പിന് കമ്മിയില്ല. അങ്ങോട്ട് കുത്തിത്തിരിപ്പ്, അങ്ങോട്ട് കുത്തിത്തിരിപ്പ്. UDF LDFന്റെ മേൽ കുത്തിത്തിരിപ്പ്, LDF UDFന്റെ മേൽ കുത്തിത്തിരിപ്പ്. കൊറോണയേക്കാൾ വലിയ വാർത്ത ദിവസവും പത്രത്തിൽ കുത്തിത്തിരിപ്പിന്റെ വാർത്തയാണ്. അത് കേവലം സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് മാത്രമല്ല, മതരംഗത്തും കുത്തിത്തിരിപ്പ്, മഹല്ലുകളിൽ കുത്തിത്തിരിപ്പ്, വീട് വീടാന്തര കുത്തിത്തിരിപ്പ്, കുടുംബത്തിൽ കുത്തിത്തിരിപ്പ്, എവിടെയും ഇന്നെ കൂട്ടിയിട്ടില്ലെങ്കിൽ കുത്തിത്തിരിപ്പ്. അതിന് നമ്മൾ തൽക്കാലം ഒരു പൗഡറും സോപ്പും നന്നാക്കിയിട്ട് കാര്യമല്ല. ഉജാല മാത്രം മുക്കിയിട്ട് ഉള്ള വസ്ത്രം മിനുക്കിയിടും, ശോഭിക്കും വെള്ള വസ്ത്രവും നമുക്കും ലാഭമേകിയിടുന്ന ആ ലാഭം ദുനിയാവിലെ ലാഭമാണ്. അത്രയേ ഉള്ളൂ. ഉള്ള വസ്ത്രം മിനുക്കിയിടും, ശോഭിക്കും വെള്ള വസ്ത്രവും എന്ന് ഉജാലന്റെ പരസ്യം ഇവിടെ നടക്കുള്ളൂ. ആ ഉജാല മുക്കിയത് ഇവിടെ കൊണ്ടുപോകില്ല. ഒരു ഉജാല മുക്കിയ ഒരു കഷ്ണം തുണി വരെ അതിൻ്റെ അടിയിൽ കിട്ടൂല. അത് കോറ തുണി പൊതിഞ്ഞിട്ട് പേക്കാക്കുക ചെയ്യുക.
ഒരു മനുഷ്യൻ സാലിഹ്യങ്ങളെ ഇത് ഇന്ന വേണമെങ്കിൽ ചീത്ത പറയാ, ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഇബ്രാഹിമിന് അത് അള്ളാഹുവിൽ നിന്ന് അടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നു ബാബുൽ മുജാഹിദ് അധ്യായം. ഇതൊന്നും പഠിക്കാതെ ചില മൗലവിമാർ തുറഞ്ഞു തുള്ളാണ്. എന്തായി പറയുന്നത്? പിന്നെ അവൻ എന്ത് ചെയ്യണം വെച്ചാൽ 6 കടമ്പകൾ കടക്കാതെ ഒരാൾക്ക് സാലിഹാകാൻ കഴിയുകയില്ല. സാലിഹായിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ എത്തും? സാലിഹായിട്ടില്ലെങ്കിൽ എവിടെ എത്തും? സാലിഹായിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ എത്തുക? 4ാമത്തെ ദർജ സാലിഹ് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സലിഹീൻ. സാലിഹ് എന്ന് പറയണമെങ്കിൽ അതല്ലേ ലാസ്റ്റ് ദർജ. ദുന്യാവിന്റെ പള്ളേപ്പനായി ദുന്യാവിന്റെ പാത്തുമ്മമാരെ മുന്നിൽ ആ മൂക്കത്ത് വിരൽ വെക്കുന്ന ഹോജയായി നടന്നാൽ ഇവിടെ പള്ളേപ്പനായി നടക്കാൻ നല്ലത്. അതിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയൂല, അള്ളാഹുൽ വസിലാൻ കഴിയില്ല. എന്താ 3ാമത്തെ വാതിൽ? വിശ്രമത്തിന്റെ വാതിൽ അടക്കണം. അധ്വാനത്തിന്റെ വാതിൽ തുറക്കണം. ഇതാണ് ചില മൗലവിമാരെ വെളി പിടിപ്പിച്ചത്. ചില മൗലവിമാരെ വെളി പിടിപ്പിച്ചത്. ഇതെന്താ ഇയാൾ ഈ പറയുന്നത്? പഠിക്കടോ ചങ്ങാതി, ഒന്ന് പഠിച്ചു നോക്ക് എന്താ ഈ പറയുന്നത്. വിശ്രമത്തിന്റെ വാതിൽ അടക്കണം. എന്തുകൊണ്ട് നലവേറും താരീഖിന്റെ കിതാബിൽ 1000കണക്കായ സാലിഹ്യങ്ങളുടെ ചരിത്രമുണ്ട്. രാത്രി ഉറങ്ങാത്തെ നിങ്ങൾ ആ കിതാബ് ഒന്ന് എടുത്തു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കൂടാരത്തിന് രാജിവെച്ച് ഹക്കായ മാർഗത്തിലേക്ക് വരും. നിങ്ങൾ എടുത്തു നോക്കുന്ന നിങ്ങൾക്ക് നല്ലത്. എന്നെ ആക്ഷേപിച്ചോണ്ട് ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ആക്ഷേപിക്കാം. ഇത് ഞാൻ റബ്ബിന് വേണ്ടി പറയാണ്, ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി പറയുകയാണ്. മൗലവി എന്റെയും നിന്റെയും തട്ടിൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ആബിദിനെ മനസ്സിലാക്കരുത്. എന്ന ആബിദീങ്ങൾ നമ്മളെ പോലെയല്ല. അവർക്ക് വിശ്രമത്തിന്റെ വാതിൽ അവർ അടച്ചിട്ടുണ്ട്. 6 കടമ്പകൾ കടക്കാതെ ഒരാൾക്ക് സ്വാലിഹിന്റെ പദവിയിലെത്താൻ കഴിയില്ല. ഏതാ 3ാമത്തെ പദവി? 3ാമത്തെ കടമ്പ വിശ്രമത്തിന്റെ വാതിൽ അടക്കണം. അധ്വാനത്തിന്റെ വാതിൽ തുറക്കുകയും വേണം. 4ാമത്തത് ഉറക്കിന്റെ വാതിൽ അടക്കണം. ഉറക്കൊഴിവാക്കലിന്റെ വാതിൽ തുറക്കണം. ഇതാണ് പറഞ്ഞത്. 40 കൊല്ലം അവർ ഉറങ്ങിയിട്ടില്ല, 25 കൊല്ലം ഉറങ്ങിയിട്ടില്ല, 60 കൊല്ലം ഉറങ്ങിയിട്ടില്ല. പഠിക്ക്. എന്റെ മേൽ കുതിര കയറാൻ ഞാനൊരു സാധുവായ ഒരു എറണാടൻ ഗ്രാമീണനാണ്. എന്റെ മേൽ കുതിര കയറാം. അതുകൊണ്ട് നേരും നിഷേധിച്ചാൽ നാളെ കുടുങ്ങൂലേ? അപ്പോൾ അബൂദർദ എന്ന സഹാബിയോട് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? റസൂൽ ശരിയാറ്റ് ശരിയായിരിക്കേണ്ട ആളല്ലേ? റസൂൽ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അബൂദർദാവിനോട് റസൂൽ ഉറങ്ങണമെന്ന് പറഞ്ഞല്ലോ, റസൂൽ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? മക്കളോട് പറഞ്ഞു രാത്രിയായ മക്കളെ കടന്നുറങ്ങണേ. എന്ന ആബിദായ മകൻ നേരം വെളുക്കോളം ഉറങ്ങാതെ ഇബാദത്തിലെടുത്ത് വാപ്പാക്കും കുടുംബത്തിനും ഖൈറുണ്ടാകാൻ വേണ്ടി എന്നാൽ ആ മകനെ നേരം വെളുത്ത തല്ലോ വാപ്പ. എന്ത് വർത്തമാന മനുഷ്യന്മാരെ നേരം വെളുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കും. മറിച്ചോ ഇങ്ങനത്തെ മകൻ എനിക്കുണ്ടായല്ലോ. ഇതൊക്കെ സത്യല്ലേ? നിങ്ങൾ ചികിത്സിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിനർത്ഥം എന്താ? ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തന്നെ നരകത്തിലിടുന്നു. ചികിത്സിക്കാത്ത എത്ര സ്വഹാബികളുള്ളത് മൗലവിമാര്? നിങ്ങൾ എവിടുന്നാ പഠിച്ചതൊക്കെ? ചികിത്സിക്കാത്ത എത്ര സ്വഹാബികളുണ്ട്? അതിനർത്ഥം ചികിത്സിക്കാത്തവരൊക്കെ അള്ളാഹു നരകത്തിലിടുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ചികിത്സിക്കാത്ത സ്വഹാബിയാണ്. ചികിത്സിക്കൂല. ചികിത്സിക്കാൻ റസൂലുള്ളാഹിന്റെ കൽപ്പനല്ലേ? അബൂദർദായിനോട് റസൂൽ ഉറങ്ങാൻ പറഞ്ഞില്ലേ? അതിന്റെ സാഹചര്യം നോക്കണ്ടേ? ഉമ്മുദർദായിന്റെ ആക്ഷേപല്ലേ പ്രശ്നം? ഉമ്മുദർദായിന്റെ കട്ടിലേക്ക് അബൂദർദാ വരാത്തതുകൊണ്ട് ഒരു പെണ്ണിനുണ്ടാക്കേണ്ട സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടാത്തല്ലേ പ്രശ്നം? പ്രശ്നം മനസ്സിലാക്കേണ്ട ചാടിയിട്ട് എന്താ കാര്യം? ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞ സോദ്ദേശപരമായ എത്ര ഹദീസുകളുണ്ട്? നിങ്ങളെല്ലാവരും ചികിത്സിക്കണം റസൂലുള്ളാഹി പറഞ്ഞു. ചികിത്സിക്കാത്ത സ്വഹാബികളില്ലേ? ആ സ്വഹാബികളൊക്കെ നരകത്തിലാണോ? അത് റസൂലുള്ളാഹിനേക്കാൾ വലിയ ഔലിയാണോ ആ സ്വഹാബി? അങ്ങനെയാണോ അതിന് പറയേണ്ടത്? ഒരു ഹദീസിന്റെ ലാഹിറ്, ഹദീസിന്റെ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ ലാഹിറ് പിടിച്ചു പോയാൽ ചില ആളുകൾ കാഫിറാകാൻ വരെ അത് കാരണമാവും. ഒരു ഹദീസ് പറയുമ്പോൾ അത് എന്താണ് മനസ്സിലാക്കണം. അബൂദർദാവിനോട് റസൂൽ ഉറങ്ങാൻ പറഞ്ഞില്ലേ? അബൂദർദാവിനോട് റസൂൽ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നരകത്തിൽ കിടക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. അബൂദർദാ ഉറങ്ങാത്തത് എന്തുകൊണ്ടാണ്? ഇബാദത്തിനല്ലേ? നമ്മൾ പറയില്ലേ നമ്മളെ കുട്ടികളോട് പറയുന്നില്ലേ? കലശലായ പനി ബാധിച്ചപ്പോൾ മോനോട് പറഞ്ഞു, മോളോട് പറഞ്ഞു എന്നെ നോമ്പോൽ കണ്ടിട്ടോ. അള്ളാഹു കൊടുത്തു നോമ്പോൽ കണ്ടാന്ന്.
അള്ളാഹു എഴുതിനോടുത്ത് ആ നോമ്പ് വിൽക്കണ്ടാണ്. ബാപ്പയും പറഞ്ഞു നോമ്പ് വിൽക്കണ്ടാന്ന്, ഉസ്താദ് പറഞ്ഞു നോമ്പ് വിൽക്കണ്ട. പള്ളിക്കൽ ഉസ്താദ് കാണാൻ വന്നു, അവന് പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞു നോമ്പ് വിൽക്കണ്ടാ, നോമ്പ് മുറിച്ചളാ. അതിനെപ്പറ്റി രോഗികൾക്ക് നോമ്പ് വിൽക്കണ്ട, നോമ്പ് മുറിച്ചളാണ്. ഈ യുവാവായ ചെറുപ്പക്കാരൻ അള്ളാഹുവിൽ മഹത്തായ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ജീവൻ പോയാലും നോമ്പ് മുറിക്കൂല. ചിലപ്പോൾ അസ്റായപ്പോഴത്ത് നോമ്പിലായി മരിച്ചും പോയി. ഈ മനുഷ്യൻ അള്ളാഹു തആല നരകത്തിലുണ്ട്. വിഡ്ഢികളെ രാജ്യത്ത് പോലും എടുക്കാത്ത വിഡ്ഢികളെ സീറ്റിൽ പോലും നിങ്ങളെ സെലക്ഷൻ പരീക്ഷ പോലും നിങ്ങൾ പാസ്സാവില്ല. ആ ജാതി വിഡ്ഢികൾക്കുണ്ടല്ലോ ഒരു മാർക്കറ്റ്. അവിടുന്ന് അവരേജിന്ന് പുറത്തു പോയാൽ എന്ത് ചെയ്യും? അതിനർത്ഥം എന്താ? പിൽക്കാലഘട്ടത്തിൽ ഈ മനുഷ്യനെ പറ്റി നന്മ പറയുമ്പോൾ പറയുന്ന ഈ ഉസ്താദും ബാപ്പയടക്കം എന്ത് പറയും? എൻ്റെ കുട്ടിക്ക് പടച്ചോനെ പേടി അത്ര വലുതായിരുന്നു, അള്ളാഹുവിലുള്ള ഇഷ്ടത്ര വല്ലായിരുന്നു, എൻ്റെ കുട്ടി എത്ര നല്ല കുട്ടിയായിരുന്നു, അള്ളാഹു അള്ളാന്റെ മലക്കളോട് അറിയില്ലേ. ഇതല്ലപ്പ പറഞ്ഞ മായന അബൂദർദാവിനോട് ഞാൻ പറഞ്ഞില്ലേ, ഉറങ്ങാത്തവരുണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്താ പ്രശ്നം? ചികിത്സിക്കാൻ പറഞ്ഞില്ലേ, ചികിത്സിക്കാത്ത സ്വഹാബികളുണ്ടല്ലോ. ഇതിനർത്ഥം ചികിത്സിക്കാത്തൊരു ഉറങ്ങാത്തവരൊക്കെ നരകത്തിൽ കിടക്കുന്നതാണോ? അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരല്ലേ, റസൂലുള്ളാഹിന്റെ ഇഷ്ടക്കാരല്ലേ. നാലാമത്തെ വകുപ്പ് ഉറക്കിന്റെ വാതിൽ അടക്കണം. ഉറക്കൊഴിവാക്കലിന്റെ വാതിൽ തുറക്കാതെ, ഉറക്കൊഴിവാക്കാൻ തയ്യാറാകാതെ സാലിഹീങ്ങളെ ദറജയിലെത്തുകയില്ല. നാലാമത്തത് അഞ്ചാമത്തെ സമൃദ്ധിയുടെ വാതിൽ അടക്കണം. ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറക്കണം. ഏത് ദാരിദ്ര്യത്തിന് തയ്യാറാകണം? സാലിഹ്യങ്ങളെ ദറജയിലെത്തും. ദാരിദ്ര്യത്തിന് വാതിൽ തുറക്കുക, കിട്ടിയത് സ്വതക്ക ചെയ്യുക, ഇല്ലാത്ത പണിയെടുക്കാതിരിക്കാന്നല്ല, കിട്ടിയാൽ കുടുംബത്തിന് കൊടുക്കാൻ, മറ്റൊരു എങ്ങനത്തെ ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറക്കും. പ്രത്യക്ഷത്തിൽ അവരുടെ കയ്യിലുണ്ട് എന്ന് തോന്നിയാൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ അവരിങ്ങനെ അടക്കം ഉഷാറായിട്ട്, പക്ഷെ അവരുടെ കയ്യിലുണ്ടാവില്ല. ഉള്ളതൊക്കെ അവർ കൊടുക്കാനായിട്ടുണ്ടാവും, അതൊക്കെ വേറുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. പ്രത്യക്ഷ അവരുടെ കയ്യിൽ ഇങ്ങനെ കാണും, അവരുടെ കയ്യിലുണ്ട്, അവരുടേതാവില്ല. ദുനിയാവിന്റെ കൊതിയുടെ വാതിൽ അടക്കണം. മരിക്കാൻ തയ്യാറാകുന്നതിന്റെ വാതിൽ തുറക്കേണ്ടതാണ്. ദുനിയാവിന്റെ കൊതികളുടെ വാതിൽ അടക്കുക. മരിക്കാൻ തയ്യാറാകുന്ന വാതിൽ തുറക്കുക. അപ്പൊ ഒരു മനുഷ്യൻ സാലിഹ്യങ്ങളുടെ ദറജയിൽ എത്തിച്ചേരണമെങ്കിൽ, ഒരു മനുഷ്യൻ സാലിഹിന്റെ ദറജയിൽ ഒരു അബ്ദ് എത്തിച്ചേരണമെങ്കിൽ, സാലിഹ്യങ്ങളുടെ ദറജയിൽ എത്തിച്ചേരണമെങ്കിൽ 6 കടമ്പകൾ കടക്കാതെ അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളുടെ ദറജയിലും എത്തിച്ചേരുകയില്ല. ഉറക്കിന്റെ വാതിൽ അടക്കണം, വിശ്രമത്തിന്റെ വാതിൽ അടക്കണം. ആര് പറഞ്ഞു? മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഞാൻ ഈ ഉപന്യാസം ഇവിടെ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു ഇത്തരം ആളുകളെയാണ് പ്രശംസ. അവർക്ക് അല്ലാഹുവിന്റെ പ്രശംസയുണ്ട്. അവർ സദാ ഇബാദത്തിലാണ്, അവർ സദാ നോമ്പിലാണ്, അവർ സദാ പ്രശംസയിലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.